Let me start. So in last class, we discussed about different types or what are the important factors that we have to take care while lifting or carrying a heavy load. Safe lifting and carrying techniques is the chapter now we are discussing. In that, we mainly discussed about different causes of injury, types of injury and methods to prevent them. Then points that make an object or load difficult to carry. Then preparation before lifting or shifting any heavy loads, then how to keep our body texture, then annual lifting methods and shifting of a working table. These all things we had discussed yesterday. Now we are moving to the next topic, shifting of electronic equipments or instruments. ഇന്നലെ വരെ പറഞ്ഞത് എല്ലാ പോർഷൻസും നമ്മളുടെ ഡെയിലി ലൈഫായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് അത് തന്നെയാണ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പോർഷനിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മളുടെ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇതിനൊരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാ പറയാൻ പോകുന്നത്. ഡിസ്കണക്ട് ദി ഇലക്ട്രിക്കൽ കണക്ഷൻ ആൻഡ് അതർ എക്സ്റ്റേണൽ പോർട്സ് ഓർ വയേഴ്സ്. നമുക്കറിയാം ആദ്യമേ ചെയ്യേണ്ടത് എന്താ, നമുക്ക് അതിന്റെ ഇലക്ട്രിക്കൽ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അറിയാം, എവിടെയെങ്കിലും പ്ലഗ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ആ വയറൊക്കെ ഊരി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. Then take care to prevent damages of the knobs, damaged knobs and controls during lifting and transporting. അതേപോലെ അതിന്റെ ചിലപ്പോ പ്ലഗോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നോബുകൾ നമ്മൾ കണക്ട് ചെയ്യുന്ന നോബൊക്കെ ഉണ്ടെങ്കിൽ അത് താഴെ വീണിട്ടില്ല അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്ത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് ചിലപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് വയറിന്റെ അറ്റം നമ്മൾ പ്ലഗ് ചെയ്യുന്ന സ്ഥലമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇഴുകി താഴേക്ക് വീഴാറുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ അതിന് ഡാമേജ് സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ മെഷീൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇറങ്ങി പോകാറുണ്ട്. അതായത് നമ്മുടെ ഭിത്തിയോടൊക്കെ ചേർന്നാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഭിത്തി നമ്മളുടെ എക്യുപ്മെന്റിന്റെ ഇടയിലായിട്ട് അത് ചതഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഗെറ്റ് യുവർ സെൽഫ് ഫെമിലിയർ വിത്ത് ദി ലോഡ് ആൻഡ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇൻസൈഡ് ബൈ ലിഫ്റ്റിംഗ് ദം അപ്പ് ബൈ ഫ്യൂ ഇഞ്ചസ് ഫ്രം ഇറ്റ്സ് പ്ലേസ്. അതേപോലെ ഗെറ്റ് യുവർ സെൽഫ് ഫെമിലിയർ വിത്ത് ദി ലോഡ്, അതേ നമുക്ക് ആ ഒരു ലോഡ് എന്തോരം ആണ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കാനായിട്ട്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇന്നലത്തെ ക്ലാസ്സിലും പറഞ്ഞതാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. Then lift the equipment as its handle or grip points. എവിടെ പിടിച്ചിട്ട് വേണം നമ്മൾ ഓരോ സാധനവും പൊക്കാനായിട്ടെന്ന് പറഞ്ഞിരുന്നു. ലിഫ്റ്റ് ചെയ്യേണ്ടത് എവിടെ പിടിച്ചിട്ടാണ്, അതിന്റെ ഹാൻഡിലില് അല്ലെങ്കിൽ ഗ്രിപ്പ് പോയിന്റ്സിൽ നമ്മൾ പിടിച്ചിട്ട് വേണം അത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. Then carry the equipment holding it close to your body and walk slowly to its destination. എന്നിട്ട് നമ്മളുടെ ശരീരത്തോട് പതുക്കെ ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ ശരീരത്തോട് ചേർക്കുമ്പോൾ നമുക്ക് അത്രയും സ്ട്രെയിൻ കൊടുക്കുന്ന ആരോഗ്യം ഇന്നലെ പറഞ്ഞു. ഹാൻഡ്സ് എത്രത്തോളം നമ്മൾ നിവർത്താതിരിക്കുന്നോ അത്രത്തോളം നമുക്ക് പ്രഷർ കൊടുക്കുന്നത് കുറവ് മതി. അപ്പൊ ആ രീതിയിൽ ചേർത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് എവിടേക്കാണോ നമുക്കിത് മൂവ് ചെയ്യേണ്ടത് ആ സ്ഥലത്തേക്ക് ക്യാരി ചെയ്യുക. പ്ലേസ് ദി എക്യുപ്മെന്റ് ജെന്റ്ലി ഓവർ ദി സർഫേസ് വിത്തൗട്ട് എനി ജെർക്ക്. എന്നിട്ട് നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് അവിടെ മെല്ലെ സുരക്ഷിതമായി വെക്കുക. ബഹളവും തിരക്കൊന്നും കൂട്ടാതെ അല്ലെങ്കിൽ ഇടിക്കുകയോ തട്ടുകയോ ഒന്നും ചെയ്യാതെ സുരക്ഷിതമായിട്ട് വെക്കുക. Then next, basic steps of safe hand lifting and handling. എന്തൊക്കെയാണ് ബേസിക് സ്റ്റെപ്സ്? അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന പോർഷനാണ് ഇത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, വീണ്ടും ആ പോയിന്റ്സ് തന്നെയാണ് പറയുന്നത്. സൈസ് അപ്പ് ലോഡ് ആൻഡ് ചെക്ക് ഓവറോൾ കണ്ടീഷൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സാധനത്തിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുമാത്രം അതിന്റെ ഒരു വെയിറ്റ് മാത്രമല്ല അസ്യൂം ചെയ്യേണ്ടത്, അതിന്റെ ഷേപ്പ്, സൈസ്, ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് വേണം നമ്മൾ ആ സംഭവം ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. Don't attempt the lift by yourself if the load appears to be too heavy or awkward. ഭയങ്കര ഹെവി ആണെങ്കിൽ എന്ത് ചെയ്യാ, നമ്മൾ ഒറ്റയ്ക്ക് പൊക്കാൻ വേണ്ടിയിട്ട് എടുക്കരുത്. ചെക്ക് ദാറ്റ് there is enough space for movement and that footing is good. Good housekeeping ensures that you won't trip to stumble over an obstacle. അതായത് നമുക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ട്, നമുക്ക് ഈ ഹെവി ലോഡുള്ള സാധനം മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സ്ഥലമുണ്ട്. അതുപോലെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന അത്രയും വഴി ക്ലിയർ ആണ്. അതാണ് ഗുഡ് ഹൗസ് കീപ്പിംഗ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നല്ലതായിട്ട് വൃത്തിയായിട്ടൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ തെന്നി വീഴാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ മൂലം തട്ടി ഇരിക്കാനൊന്നും ബുദ്ധിമുട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് എടുത്തു മാറ്റാൻ പറ്റും എന്നുള്ളത് ഉറപ്പുവരുത്തുക.
Make certain that your balance is good. Feet should be shoulder width apart, with one feet side and other feet behind the object is to be lifted. അതേപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആരൊക്കെ ചേർന്നാണോ അത് ലിഫ്റ്റ് ചെയ്യുന്നത് അവർക്ക് എല്ലാവർക്കും കൂടെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ ഫീറ്റ് ഷുഡ് ബി വിത്ത് ഷോൾഡർ വിത്ത് അപ്പാർട്ട്. നമ്മൾ പറഞ്ഞിരുന്നു നമ്മളുടെ ഷോൾഡർ വിത്തിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ കാലുകളും അകത്തി വെക്കേണ്ടത്. ദെൻ ഒരു ഫീറ്റ് ബിസൈഡ് ആൻഡ് ഒരു സൈഡ് ഒരെണ്ണം ഒബ്ജക്റ്റിന്റെ പുറകിലേക്ക്. നമ്മളത് സാധാരണ ഒരു വെയിറ്റ് ഉള്ള സാധനം എടുത്തിട്ട് നടക്കുമ്പോൾ നമ്മളുടെ കാലുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അത് തന്നെയാണ് വീണ്ടും പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മളുടെ മുട്ടുകൾ വളയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബെൻഡ് ദ നീസ്, ഡോണ്ട് സ്റ്റൂപ്പ്, കീപ് ദി ബാക്ക് സ്ട്രേറ്റ് ബട്ട് നോട്ട് വെർട്ടിക്കൽ. ബാക്ക് സ്ട്രേറ്റ് ആയിട്ട് വെക്കുക എന്ന് വിചാരിച്ചിട്ട് വെർട്ടിക്കൽ ആയിട്ടല്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് മുന്നിലേക്കൊക്കെ ആയേണ്ടി വരും വെയിറ്റ് എടുക്കുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നിൽക്കാൻ. Then grip the load with the palms of your hands and your fingers. നമ്മളുടെ ഉള്ളം കൈയിലും അതേപോലെ ഫിംഗേഴ്സിലും ആയിട്ട് വേണം നമ്മൾ ഈ ലോഡ് മാക്സിമം ഗ്രിപ്പ് ചെയ്ത് പിടിക്കുക അല്ലെങ്കിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ദ പാം ഗ്രിപ്പ് ഈസ് മച്ച് മോർ സെക്യൂർ. എപ്പോഴും നമ്മളുടെ ഉള്ളം കൈയിലെ ഗ്രിപ്പ് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഉള്ളം കൈ കൊണ്ട് ചേർത്ത് പിടിക്കുന്നതാണ് കുറെ കൂടി സേഫ് ആയിട്ടിരിക്കുന്നത്. Tuck in the chin again to make certain your back straight before start to lift. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ താടിയുടെ ഭാഗം ഉള്ളിലേക്ക് പിടിക്കുന്നത്, ടക്ക് ഇൻ ചെയ്ത് പിടിക്കുന്നത് കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? നമ്മളുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താടിയുടെ ഭാഗം കുറച്ച് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുന്നത് നല്ലതായിരിക്കും. യൂസ് യുവർ ബോഡി വെയിറ്റ് ടു സ്റ്റാർട്ട് ദി ലോഡ് മൂവിങ്, ദെൻ ലിഫ്റ്റ് ബൈ പുഷിംഗ് അപ്പ് വിത്ത് ദ ലെഗ്സ്. ദിസ് മേക്സ് full use of the strongest set of muscles. ആദ്യം നമ്മളുടെ ബോഡി വെയിറ്റിൽ നമ്മൾ ഇത് ലോഡ് മൂവ് ചെയ്ത് തുടങ്ങാം. ദെൻ ലിഫ്റ്റ് ബൈ പുഷിംഗ് അപ്പ് വിത്ത് ലെഗ്സ്. പിന്നെ പതുക്കെ നമ്മളുടെ കാല് മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഈ ലോഡ് മൂവ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രോങ്ങസ്റ്റ് സെറ്റ് ഓഫ് മസിൽസിന് കൂടുതലായിട്ട് വർക്ക് ചെയ്ത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കീപ് ദി ആംസ് ആൻഡ് എൽബോസ് ക്ലോസ് ടു ദി ബോഡി വൈൽ ലിഫ്റ്റിംഗ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മളുടെ കൈകളും കാലുകളും നമ്മളുടെ ശരീരത്തിൽ എൽബോസ് കൈമുട്ടിന്റെ അതേപോലെ കാലും എന്ത് ചെയ്യുക കാലല്ല കൈകളും കൈമുട്ടിന്റെ ഭാഗവും ശരീരത്തോട് കൂടുതൽ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വെയിറ്റ് അത്രയും ഭാരമായിട്ട് തോന്നത്തില്ല. അപ്പോ സ്ട്രെയിറ്റ് ചെയ്ത് പിടിക്കാതെ ഹാൻഡ്സ് ഒക്കെ സ്ട്രെയിറ്റ് ചെയ്ത് പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ക്യാരി ദി ലോഡ് ക്ലോസ് ടു ദ ബോഡി. അതേപോലെ ശരീരത്തോട് ചേർത്ത് പിടിക്കാനായിട്ട്. ഡോണ്ട് ട്വിസ്റ്റ് യുവർ ബോഡി വൈൽ ക്യാരിങ് ദ ലോഡ്. നമ്മൾ മാക്സിമം കുനിഞ്ഞ് അതിന്റെ മുകളിലേക്കൊന്നും കിടക്കരുത്. പക്ഷെ എന്ത് ചെയ്യുക, ഒന്ന് ആഞ്ഞു കൊടുക്കുക, നമ്മളുടെ ശരീരം ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി വെക്കുക ആ വെയിറ്റിനനുസരിച്ചിട്ട് ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ട്. അതേപോലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുടെ കാല് മാത്രമല്ല ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടാണോ തിരിയേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മളുടെ തല മാത്രമല്ല തിരിക്കേണ്ടത്, എൻ്റയർ ബോഡി ഒരുമിച്ച് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വാച്ച് വെയർ യു ആർ ഗോയിങ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തി വെക്കുക. ടു ലോവർ ദി ഒബ്ജക്ട് ബെൻഡ് ദി നീസ്, ഡോണ്ട് സ്റ്റൂപ്പ്. അതേപോലെ ഇനി അത് താഴത്തേക്ക് വെക്കാനായെങ്കിൽ നമ്മൾ ഡെസ്റ്റിനേഷനിൽ ചെന്നു നമ്മളുടെ ഒബ്ജക്ട്സ് താഴെ വെക്കാനായെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുടെ മുട്ട് കുനിക്കുക, ബെൻഡ് ചെയ്യുക, ഒന്ന് വളച്ചിട്ട് താഴേക്ക് വെക്കുക. അതേപോലെ to deposit the load on a bench or shelf, place it on the edge and push it into position. ഇനി അതേതെങ്കിലും ഒരു ബെഞ്ചിന്റെ അല്ലെങ്കിൽ ഒരു ഡെസ്കിനെയൊക്കെയാണ് വെക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ അറ്റത്ത് വെക്കുക, എന്നിട്ട് ഉള്ളിലേക്ക് തള്ളി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താ, നമുക്ക് ഈ ബെഞ്ചിന്റെ അല്ലെങ്കിൽ ഡെസ്കിന്റെ ഒക്കെ മുകളിലേക്ക് കയറ്റി ലോഡ് വെക്കാൻ പറ്റത്തില്ല, നമ്മളുടെ കൈയൊക്കെ ഇറുങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. Then make sure that your hands and feet are clear when placing the load. അതേപോലെ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് നമ്മൾ ഈ ലോഡ് താഴെ വെക്കുന്ന സമയത്ത് നമ്മളുടെ കൈകൾക്കും കാലുകളിലും ഒന്നും അതിന്റെ ഇടയിൽ പോയിട്ടില്ല, സുരക്ഷിതമായാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ടു ഫോളോ ദി അബോവ് സ്റ്റെപ്സ് ആൻഡ് ലിഫ്റ്റ്. അതൊരു ഹാബിറ്റ് ആക്കി അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉറപ്പുവരുത്തുക. അപ്പൊ നമുക്ക് ഒരു എന്താ പറയുന്നത്, തട്ടലും മുട്ടലൊന്നും ഇല്ലാതെ ഒരു സാധനം സേഫ്ലി ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹെവി ലോഡുള്ള ഒരു സാധനം സേഫ് ആയിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ടീം ലിഫ്റ്റിംഗ് മസ്റ്റ് ബി കോർഡിനേറ്റഡ്. എപ്പോഴും നമുക്ക് കൂടുതൽ സെക്യൂർ ആവുന്നത് എന്താ, ടീം ലിഫ്റ്റിംഗ് ആണ്. 2-3 പേര് ചേർന്നോ അല്ലെങ്കിൽ അത് ആ വെയിറ്റ് ഒബ്ജക്റ്റിന്റെ വെയിറ്റ് അനുസരിച്ചിരിക്കും. നമ്മൾ എന്ത് സാധനമാണോ എടുക്കുന്നത് അതിന്റെ വെയിറ്റ് അനുസരിച്ചിട്ട് ഇരിക്കും എത്ര പേര് വേണം എന്നുള്ളത്. അപ്പൊ ടീം ലിഫ്റ്റിംഗ് മസ്റ്റ് ബി കോർഡിനേറ്റഡ്. അത് കോർഡിനേറ്റ് ചെയ്യാന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്.
അതായത് ഇപ്പൊ ഒരു ബെഞ്ച് എടുക്കുന്നു നമ്മള്, ബെഞ്ച് അല്ല ഒരു ടേബിൾ എടുക്കുന്നു, ഒരു വശത്ത് നമ്മൾ പൊക്കി, മറുവശത്തുള്ളവർ പൊക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഒന്നില്ലെങ്കിൽ ബെഞ്ച് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബെഞ്ച് അല്ല ടേബിള്, അല്ലെങ്കിൽ അവിടെ മറ്റു അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ടീം വർക്ക് അല്ലെങ്കിൽ ഒരാളുടെ ഭാഗത്ത് മാത്രം ഹെവി വെയിറ്റ് വരും, മറ്റുള്ളവരുടെ സ്ഥലത്ത് വെയിറ്റ് വരാതിരിക്കും. അപ്പൊ ഇതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു എൻ്റെ ടീമിന് ആ ഒരു ആരൊക്കെയാണോ ഇതെല്ലാം കൂടെ സഹകരിച്ച് ചെയ്യുന്നത് അവർ തമ്മിൽ ഒരു കോർഡിനേഷൻ വേണം എന്നുള്ളത്. അപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടു കാണും ഈ തടി, അതായത് മരമൊക്കെ മുറിച്ചിട്ട് അത് വലിയ വണ്ടികളിലേക്കൊക്കെ കയറ്റുന്നവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അവരതിന് ചില വാക്കുകളോ അല്ലെങ്കിൽ സിമ്പലൊക്കെ കൊടുത്തിട്ട് ഒരുമിച്ച് അത് പൊക്കിയെടുത്ത്, വലിയ വെയിറ്റ് ഉള്ളതാണല്ലോ ഈ മരം മുറിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത്, അത് അവർ ഒരുമിച്ച് പൊക്കിയെടുത്തിട്ടാണ് വണ്ടികളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. If the weight, shape or size of an object makes the job too much for one person, ask for help. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എന്ത് സാധനമാണോ എടുക്കുന്നത് അതിന്റെ സൈസ്, ഷേപ്പ്, വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം മറ്റുള്ളവരുടെ സഹായം ചോദിക്കാൻ, അല്ലെങ്കിൽ എത്ര പേര് വേണം എന്നുള്ളത് നോക്കാൻ. ഐഡിയലി വർക്കേഴ്സ് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഓഫ് ദി സെയിം സൈസ് ഫോർ ടീം ലിഫ്റ്റിംഗ്. എപ്പോഴും നല്ലത്, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, നമ്മളെക്കാളും ഇപ്പൊ നമ്മൾ ഒരു വെയിറ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മളെക്കാളും കുറച്ചുകൂടി പൊക്കം ഉള്ളവരാകാം, അല്ലെങ്കിൽ തീരെ പൊക്കം കുറഞ്ഞവരാകാം. ആ ഒരു തീരെ പൊക്കം കുറഞ്ഞവരെന്നല്ല, നമ്മളുടെ തന്നെ ഏകദേശം സെയിം ഹൈറ്റ് വരുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ആരാണോ ലിഫ്റ്റ് ചെയ്യുന്നത് അവരുടെ തന്നെ സെയിം ഹൈറ്റിലുള്ളവരാണെങ്കിൽ നമുക്കിത് കുറെ കൂടി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതേസമയം ഒരാൾ ഭയങ്കര പൊക്കം കുറഞ്ഞത്, ഒരാൾ ഭയങ്കര പൊക്കം ഉള്ളത്, ആ സമയത്ത് ഹാൻഡിൽ ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. One individual needs to be responsible for control of the action to ensure proper coordination. If one worker lifts too soon, shifts the load, or lowers it improperly, either they or the person working with them may be injured. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് ഒരാൾ പൊക്കുന്ന സമയത്ത് അടുത്ത ആൾക്കാർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ താഴ്ത്തുന്ന സമയത്ത് മറ്റുള്ളവരും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്തു പറ്റും, അവിടെ ബാക്കി കൂടെ ഉള്ളവർക്കോ അല്ലെങ്കിൽ ഇത് ചെയ്ത ആൾക്കോ പെട്ടെന്ന് ഇഞ്ചേർഡ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ തന്നെ നമ്മളുടെ വീട്ടില് എന്തെങ്കിലും സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ടല്ലേ, പെട്ടെന്ന് നമ്മൾ അടുത്ത് കഴിയുമ്പോഴേക്കും മതി മതി വെക്ക് വെക്ക്, അല്ലെങ്കിൽ താഴെ വെക്ക് നമ്മൾ പറയാറുണ്ട്. അതെന്താ, കൂടെയുള്ള ആൾക്ക് നമ്മൾ സിഗ്നൽ കൊടുക്കുന്നതാണ്, നമുക്ക് പറ്റുന്നില്ല, നമ്മളും താഴെ വെക്കാൻ പോവുകയാണെന്നുള്ളത്. അപ്പോ അവിടെ നടക്കുന്നത് ഒരു കോർഡിനേഷൻ ആണ്, രണ്ടുപേര് തമ്മിൽ പരസ്പരം ചോദിച്ചിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടാണ് നമ്മൾ ആ കാര്യം അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ഗ്രൂപ്പ് വർക്ക്, ഇപ്പൊ മരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തടി മുറിക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഒരാൾ ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുണ്ടാവും, അതായത് താഴെ വെക്ക്, മുന്നോട്ട് നടക്ക്, അല്ലെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് ആളുണ്ടാവും. അപ്പൊ ടീം ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം കോർഡിനേഷനിൽ ചെയ്യേണ്ട കാര്യം ആണ്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ലിഫ്റ്റിംഗ് ഹെവി ഒബ്ജക്ട്സ്. എങ്ങനെയാണ് ഹെവി ഒബ്ജക്ട്സ് ലിഫ്റ്റ് ചെയ്യുന്നത്? ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. സേഫ് ലിഫ്റ്റിംഗ് ഓഫ് ഹെവി ഐറ്റംസ് റിക്വയർസ് ട്രെയിനിങ് ആൻഡ് പ്രാക്ടീസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതെടുക്കുന്നതിന് കുറച്ചധികം, അതായത് വലിയ വലിയ മെഷീൻസ്, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തടി എടുക്കുക എന്നൊക്കെ പറയുന്നത് എന്താ, കുറച്ച് അധികം പ്രാക്ടീസ് അല്ലെങ്കിൽ ട്രെയിനിങ്, നല്ല കോൺസെൻട്രേഷൻ വേണ്ട ഒരു പരിപാടിയാണ്. ഫോർ എക്സാമ്പിൾ, വി ഹാവ് പ്രോബബ്ലി ഓൾ സീൻ എ സ്മോൾ പേഴ്സൺ മൂവ് ഹെവി ഫീറ്റ് വിത്ത് അപ്പാരന്റ് ഈസ്. അതായത് നമ്മൾ ചിലപ്പോൾ കണ്ടു കാണും, ചിലപ്പോൾ ചെറിയ പൊക്കം കുറഞ്ഞ ചേട്ടന്മാരാണെങ്കിലും ഈ ലോറി എന്നൊക്കെ ലോഡ് ഇറക്കുന്നത്, അതായത് പ്രത്യേകിച്ച് ഇപ്പൊ റേഷൻ കടയുടെ മുമ്പിൽ അല്ലെങ്കിൽ പലചരക്ക് കടയുടെ മുമ്പിലൊക്കെ നമ്മൾ കണ്ടു കാണും. അതേപോലെ പാഴ്സൽ ഓഫീസിന്റെ മുമ്പിൽ വലിയ വലിയ ലോഡ് ആണെങ്കിലും ചെറിയ ചേട്ടന്മാരാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യാറുണ്ട്, എളുപ്പത്തിൽ ഇറക്കി വെക്കുന്നത് കാണാറുണ്ട്. പ്രത്യേകിച്ച് റേഷൻ കടയിൽ അല്ലെങ്കിൽ അരി ചാക്കൊക്കെ എടുക്കുന്ന, അരി, ഗോതമ്പ്, പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചാക്ക് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവരുടെ കയ്യിൽ കൊളുത്തി വലിക്കുന്ന ഒരു സാധനം ഉണ്ടാവും, ഒരു എന്താ പറയുന്നത് യു ഷേപ്പ് പോലെയൊക്കെ ഇരിക്കുന്നത്. അത് വെച്ചിട്ട് അവർക്കത് വലിക്കാനും അവർക്കത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനായിട്ടും സാധിക്കും. അതുകൊണ്ടാണ് ഹെവി ഫീഡ് സാക്സ് വിത്ത് അപ്പാരന്റ് ഈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ വലിയ വലിയ എന്താ പറയുന്നത് ചാക്കുകൾ ചിലപ്പോൾ 25 കിലോ, 40 കിലോ, 50 കിലോ ആ സൈസ് ഒക്കെ ഉള്ളതാണെങ്കിൽ പോലും ഇവർ ഈ കൊളുത്തുന്ന ആ ഒരു അപ്പാരന്റ്, ആ ഒരു ടൂള് വെച്ചിട്ട് അവരത് വലിച്ച് അവരുടെ അവർക്ക് ആ ഒരു എങ്ങനെയാണോ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ടൈപ്പിലേക്ക് അത് കൊണ്ടുവന്നിട്ട് അവരത് എളുപ്പത്തിൽ കടയിലേക്കൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടു കാണും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ അപ്പാരറ്റസ് അല്ലെങ്കിൽ അപ്പാരൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കുറച്ചുകൂടി നമ്മളുടെ വർക്ക് ഈസി ആക്കി തരുന്നു. The secret lies in taking the proper stance and grip. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്,
അവരെടുക്കുന്ന കറക്റ്റ് സ്റ്റെപ്പ് എവിടെയാണോ അവർ പിടിച്ചിരിക്കുന്നത്, അതാണ് അതിന്റെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് കയ്യിൽ നിന്ന് വഴുതി പോകാതെ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കാല് വെച്ച് നമുക്ക് നമ്മളുടെ പ്രോപ്പർ വേയിലാണെന്നുള്ളത് ഉറപ്പുവരുത്തുന്നതാണ് രണ്ടാമത്തെ എളുപ്പമുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഹെവി ഒബ്ജക്ട്സ് ക്യാരി ചെയ്യാൻ. When equipment is available, it should be used to lift and carry heavy objects. ഓൾറെഡി നമ്മൾ പറഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് അവൈലബിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇറ്റ് ഷുഡ് ബി യൂസ് ടു ലിഫ്റ്റ് ആൻഡ് ക്യാരി ഹെവി ഒബ്ജക്ട്സ്. അത് ഉപയോഗിച്ച് നമ്മൾ ആ വസ്തുക്കൾ പൊക്കാനും അതേപോലെ അത് മൂവ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലോഡേഴ്സ്, ഫോർക്ക് ലിഫ്റ്റ്, ഹോയിസ്റ്റ് എക്സെട്ര ആർ മെയ്ഡ് ഫോർ ദിസ് പർപ്പസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 1-2 എക്യുപ്മെന്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലോഡേഴ്സ്, ഫോർക്ക് ലിഫ്റ്റ്, ഹോയിസ്റ്റ്. ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ യു പോലെ ഇരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഹാൻഡ് ടൂൾ ആണ്. കയ്യിൽ നമുക്ക് പെട്ടെന്ന് കാണുപോലുമില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു ടൂള്. പിന്നെ ലോഡേഴ്സ് ചിലപ്പോ ഇത് നമ്മൾ ഈ ക്രെയിൻ പോലെയുള്ള സംഭവങ്ങൾ കണ്ടു കാണും. അപ്പൊ ഇതൊക്കെ പല രീതിയിൽ നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ്. So now do's and don'ts of safe lifting and carrying. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഡു എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ടക്ക് ഇൻ ദി ചിൻ ടു കീപ് ദി ബാക്ക് ആസ് സ്ട്രൈറ്റ് ആസ് പോസിബിൾ വൈൽ ലിഫ്റ്റിംഗ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, നമ്മളുടെ താടി നേരെ പിടിക്കുക അല്ലെങ്കിൽ ഉള്ളിലേക്കായിട്ടൊന്ന് വലിച്ചു പിടിക്കുക. അത് എന്തിനു സഹായിക്കും? നമ്മളുടെ ബാക്ക് അല്ലെങ്കിൽ നട്ടെല്ല് ഭാഗം സ്ട്രെയിറ്റ് ആവുന്നതിന് സഹായിക്കും. Then lift with the strong leg muscles. നമ്മളുടെ കാലിന്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് ഉപയോഗിച്ചിട്ട് മാക്സിമം ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. Ask for the help with heavy awkward items. നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്ത ഹെവി ആയിട്ടുള്ള സ്ട്രോങ് ഐറ്റംസിന് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. When possible, use mechanical equipment to move heavy items. ഹെവി ആയിട്ടുള്ള ഐറ്റംസിന് നമുക്ക് മെക്കാനിക്കൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് മാക്സിമം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഡോൺസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. യൂസ് യുവർ ബാക്ക് മസിൽസ് ടു ഡു ലിഫ്റ്റിംഗ്. നമ്മളുടെ പുറം അല്ലെങ്കിൽ നട്ടെല്ല് കുറെ വളച്ചുകൊണ്ട് അതിന്റെ ഒരു ബലത്തില് നമ്മൾ ലിഫ്റ്റ് ചെയ്യാനോ ഹെവി ലോഡ് വലിക്കാനോ ചെയ്യരുത്. കാരണം എന്താ, നമുക്ക് വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കും. Try to lift an item that is too heavy or awkward. അതായത് ഇങ്ങനെ നമ്മൾ നട്ടെല്ല് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ പുറം ഭാഗം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്, ഈ ഐറ്റം വലിക്കുന്നത്, ടു ഹെവി ആയിട്ടുള്ള ഐറ്റംസ് എടുക്കുന്നത് ചെയ്യാൻ പാടില്ല. ട്വിസ്റ്റ് യുവർ ബോഡി വൈൽ ക്യാരിയിങ് ആൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്ട് എടുക്കുന്ന സമയത്ത് നമ്മളുടെ തലയോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പാടില്ല. പകരം നമുക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വശത്തേക്ക് തിരിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുടെ എൻറ്റയർ ബോഡിയാണ് തിരിക്കേണ്ടത്. അത് ഒരു ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തിരിയുകയും വേണം. Attempt team lifting without proper coordination. പ്രോപ്പർ കോർഡിനേഷൻ ഇല്ലാതെ ടീം ലിഫ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാലും വലിയ അപകടങ്ങളും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഒന്ന് പ്ലാനിങ്. പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നത് സൈസ്, നമ്മൾ ആ സൈസ് എങ്ങനെയാണെന്ന് പറയുന്നു, ആ വെയിറ്റ് എന്തോരമാണ്, അങ്ങനെ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് എന്താണ്, നമുക്ക് ഒറ്റയ്ക്ക് ക്യാരി ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു പ്ലാൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ചെക്ക് റൂട്ട് ഫോർ ക്ലിയറൻസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ്. അതേപോലെ നമുക്ക് കൊണ്ടുപോകേണ്ട പാത്ത് ക്ലിയർ ആണോ എന്ന് ഉറപ്പുവരുത്തുക. യൂസ് എ ഹാൻഡ് കാർട്ട് ഓർ ട്രോളി വെൻ പോസിബിൾ. നമുക്ക് ഹാൻഡ് കാർട്ട്, അതായത് ഉന്തി വലിക്കാൻ പറ്റുന്ന സാധനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് വളരെയധികം പ്രയോജനപ്പെടും. ബ്രേക്ക് ഡൗൺ ലാർജ് ആൻഡ് ഹെവി ലോഡ്സ്. നമുക്ക് ചെറുതായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ ആ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നോ യുവർ ലിമിറ്റ്സ്. നമുക്ക് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു നമുക്കൊരു ഉറപ്പ് വേണം. അതനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് കൊണ്ട് നടക്കാൻ. Then seek help if necessary. മറ്റുള്ളവരുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സഹായം ചോദിച്ചു വാങ്ങുക. ടേക്ക് എക്സ്ട്രാ കെയർ വിത്ത് ഓക്വേർഡ് ടാസ്ക്. നമുക്ക് വലിയ പരിചയമില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, മറ്റുള്ളവർ എക്സ്ട്രാ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. Then lifting. ഒരു സാധനം എടുക്കുമ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? Remember to use the 5 L's of back safety. നമ്മളുടെ പുറം നട്ടെല്ലിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 5 എല്ലുകളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ് ഈ 5 L's എന്ന് പറയുന്നത്? ലോഡ്, ലങ്സ്, ലിവർ, ലെഗ്സ്, ലോഡോസിസ്. അതായത് കീപ് യുവർ ബാക്ക് സ്ട്രൈറ്റ്. നമ്മൾ ലോഡ് എങ്ങനെയാ നോക്കുക, നമ്മളുടെ ലങ്സിൽ പറ്റുന്നത്, ലിവറിൽ വരുന്ന ലിവർ എങ്ങനെയാണ്, ലെഗ്സ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, ലോഡോസിസ് അത് നമ്മളുടെ
ബാക്ക് എത്രത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തും. അപ്പൊ ഇതാണ് ലിഫ്റ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ്. ആദ്യം പറഞ്ഞത് പ്ലാനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്യാരിയിങ്, അത് എടുത്ത് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഹോൾഡ് ദ ലോഡ് ക്ലോസ് ടു യുവർ ബോഡി, നമ്മുടെ ശരീരത്തോട് ചേർത്ത് പിടിക്കുക. ലുക്ക് വേർ യു ആർ വാക്കിംഗ്, നമ്മൾ എവിടെയാണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ടേക്ക് എക്സ്ട്രാ കെയർ ക്യാരിയിങ് അപ്പ് ആൻഡ് ഡൗൺ സ്റ്റെയർസ്, പ്രത്യേകിച്ച് സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ ആണെങ്കിൽ അത് എക്സ്ട്രാ കെയർ ചെയ്യുക, എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഡോണ്ട് ട്വിസ്റ്റ് യുവർ ബോഡി, മൂവ് യുവർ ഫീറ്റ് ടു ടേൺ, അതായത് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒന്ന് പെട്ടെന്ന് തിരിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീറ്റ് മാത്രമല്ല തിരിക്കേണ്ടത്, ട്വിസ്റ്റ് നമ്മളുടെ എൻറ്റയർ ബോഡിയാണ് ട്വിസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ലോവറിങ്, ഇത് അതായത് ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന 4 പിക്ചേഴ്സ് ആണ് നമ്മളൊരു സാധനം ക്യാരി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വേണ്ട എന്താ, നമ്മൾ പ്ലാൻ ചെയ്യും, ഇത് എങ്ങോട്ടാണ് എടുക്കേണ്ടത്, ഇതിന് ഏകദേശം എത്ര വെയിറ്റ് വരും. രണ്ടാമത്തത് നമ്മൾ പ്ലാൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് ലിഫ്റ്റ് ചെയ്തു, എടുത്തു. ഇനി മൂന്നാമത്തെ എന്താ ചെയ്യുന്നത്, അത് എങ്ങോട്ടാണോ കൊണ്ടുപോകേണ്ടത് അങ്ങോട്ടേക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് നടന്നു. ഇനി നാലാമത്തെ സ്റ്റെപ്പ് അത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക, അതാണ് ലോവറിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബെൻഡ് യുവർ നീസ് ടു ലോവർ ദി ലോഡ്, നമ്മൾ മാക്സിമം നമ്മളുടെ മുട്ട് വളച്ചത് തന്നെ ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ആ ലോഡ് താഴെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡോണ്ട് ട്രാപ്പ് യുവർ ഫിംഗേഴ്സ് ആൻഡ് ടോസ്, നമ്മളുടെ കൈകാല് വിരലുകളൊന്നും അതിന്റെ ഇടയിൽ പോകരുത്. പുൾ ഇറ്റ് ഡൗൺ ഫസ്റ്റ് ദെൻ സ്ലൈഡ് ഇൻ ടു പ്ലേസ്, ആദ്യം അത് താഴേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, എങ്ങോട്ടാണോ നീക്കേണ്ടത് അങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്യുക. ഡോണ്ട് ഓവർ റീച്ച് ഓർ സ്ട്രെച്ച്, നമ്മൾ കൂടുതൽ അതിലേക്ക് ബലം കൊടുക്കരുത് അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ അത് തന്നെയാണ് ഈ ചാപ്റ്ററിൽ ആദ്യം തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരേ ടോപ്പിക് തന്നെയാണ്, പക്ഷെ അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെ നമ്മളുടെ ബുക്കിൽ ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയാണ് നമ്മളുടെ 3rd ചാപ്റ്റർ ഉണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? ഞങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണോ? Yes, ma'am. അതെ. Yes, ma'am. Yes, ma'am. Yes, ma'am. Ma'am. Yes, ma'am. സോ ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് നിർത്തണോ? നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് കുറച്ച് എളുപ്പമുള്ള, വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല. ഫയറും ഫയർ എക്സ്റ്റിങ്യൂഷേഴ്സും ആണ് പഠിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള അല്ല. അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. Okay. Yes, ma'am. So now we are moving to fire and fire extinguishers, chapter number 4. ഇത് ഞാൻ എടുക്കുന്നതിന്റെ കാരണം മറ്റേ ചാപ്റ്റർ വളരെ എളുപ്പമായിരുന്നു. നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൊന്നും അതിനകത്ത് പറയാനുണ്ടായിരുന്നില്ല. ഓൾറെഡി നമ്മൾ ഈ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞതുപോലെ ജസ്റ്റ് ഞങ്ങളുടെ ഒരു ഐഡിയയിൽ നമ്മൾക്ക് ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ട് ഇതിനെക്കുറിച്ച്. നമ്മൾ ഡെയിലിയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കേട്ട് നമ്മളുടെ വീട്ടില് നമ്മൾ ഇതെല്ലാവരും തന്നെ ചെയ്യുന്നതാണ്. അപ്പോ നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ഫയർ ആൻഡ് ഫയർ എക്സ്റ്റിങ്യൂഷൻ. സോ ഇൻ ഫസ്റ്റ് ടോപ്പിക് വി വിൽ ഡിസ്കസ് അബൌട്ട് ഫയർ. എന്താണ് ഫയർ എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഫയർ ഈസ് നത്തിങ് ബട്ട് ബേണിംഗ് ഓഫ് എ കോമ്പോസിറ്റബിൾ മെറ്റീരിയൽ. നമുക്കറിയാം കോമ്പോസിറ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതിന്റെ ബേണിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫയർ എന്ന് പറയുന്നത്. ഒരു സംഭവം നടക്കുന്നു, അതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്, തീ ഉണ്ടാവുന്നത്. ജ്വലനം, അതാണ് ഈ കോമ്പോസ്റ്റിബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ കുറച്ച് മെറ്റീരിയൽസിന്റെ ഒരു ബേണിങ്ങിന്റെ റിസൾട്ട് ആണ് എന്തെന്ന് പറയുന്നത്, ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ റിക്വയർമെന്റ്സ്, ഒരു ഫയർ അല്ലെങ്കിൽ ഒരു ഈ ജ്വലനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഈ ട്രയാങ്കിളിൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവൽ. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് എന്താവുന്നത്, അല്ലെങ്കിൽ ഇത് മൂന്നും കൂടി കിട്ടുമ്പോഴാണ് ഫയർ ഉണ്ടാവുന്നത്, തീ ഉണ്ടാവുന്നത്. ഓക്സിജൻ, ഹീറ്റ് ആൻഡ് ഫ്യൂവൽ, ഇത് മൂന്നും കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഫയർ ഉണ്ടാവുന്നത്.
Fuel can be any combustible substances in the form of a solid, liquid or gas. Fuel എന്താവാം? അതെന്ത് ഈ ജ്വലിക്കുന്ന അല്ലെങ്കിൽ തീ പിടിക്കുന്ന സാധനങ്ങൾ എന്തുമാകാം. വുഡ് ആകാം, പേപ്പർ ആകാം, പെട്രോൾ ആകാം, കെറോസിൻ ആകാം, LPG ആകാം. അതായത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആകാം, അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും ആകാം. The fuel will catch fire and burn provided a high enough temperature. പെട്ടെന്ന് തീ പിടിക്കുകയും ചെയ്യും. അത് ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുകയും ചെയ്യും? ബേൺ ചെയ്യുകയും ചെയ്യും, കത്തുകയും ചെയ്യും. So heat is brought about and continuous supply of oxygen is given. അപ്പൊ അവിടെ എന്ത് നടക്കും? ഒരു provided a high enough temperature, നല്ല ടെമ്പറേച്ചർ ഇത് പുറത്തേക്ക് തരുകയും ചെയ്യും. അതാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ചൂട്. അപ്പോൾ ഹീറ്റ് അത് പുറത്തേക്ക് തരുകയും ചെയ്യും. ഇത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അവിടെ മാക്സിമം കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഓക്സിജൻ കൊടുക്കുകയും ചെയ്യും. മാക്സിമം ഓക്സിജൻ സപ്ലൈ നൽകുകയും ചെയ്യും. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു നോട്ട് ദാറ്റ് വിതൗട്ട് ഫ്യൂവൽ കമ്പഷൻ cannot be take place. ഫ്യൂവൽ ഇല്ലാതെ ഒരിക്കലും കമ്പഷൻ നടക്കാൻ സാധിക്കില്ല. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു പോയിന്റ് ഉള്ളൂ. കത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ ഫയർ വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഫ്യൂവൽ വേണം. അത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആകാം. ഈ ഫ്യൂവൽ ഇല്ലാതെ ഒരിക്കലും കമ്പഷൻ അല്ലെങ്കിൽ കമ്പസ്റ്റൻ നടക്കാൻ സാധിക്കില്ല. ഇനി ഹീറ്റ് എന്താണെന്നാണ് പറയുന്നത്. Fuels will begin to burn at a certain temperature. ഒരു certain temperatureലാണ് fuels കത്താൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. Different types of fuels need different temperatures to catch fire and burn. നമ്മൾ ഓൾറെഡി ഇതൊക്കെ കേട്ടിട്ടുണ്ട്. കെറോസിൻ അത് കത്താൻ വേണ്ട സമയം എന്തോരമാണ്, അല്ലെങ്കിൽ കത്തി തുടങ്ങാൻ എന്തോരം വേണം നമുക്കറിയാം. അതേപോലെ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്യൂവൽസ് ആണ്. അതേപോലെ ഒരു പേപ്പർ ആണെങ്കിൽ എന്തോരം സമയം വേണം, ഒരു മരക്കഷ്ണം ആണെങ്കിൽ എന്തോരം സമയം വേണം. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ആണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇത് ഓരോന്നിനും ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിലാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? തീ പിടിക്കുന്നത് അല്ലെങ്കിൽ അതൊരു കത്തി ജ്വലിക്കാൻ തുടങ്ങുന്നത് ഒരു സമയത്താണ്. ഡിഫറെന്റ് ടൈമിലായിരിക്കും അല്ലെങ്കിൽ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിലായിരിക്കും. അതിനായിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. വുഡ് നീഡ്സ് ഹയർ ടെമ്പറേച്ചർ ടു ക്യാച്ച് ഫയർ ആൻഡ് ബേൺ ദാൻ പേപ്പർ. നമുക്കറിയാം ഒരു പേപ്പറും അല്ലെങ്കിൽ ഒരു മരക്കഷ്ണവും കൂടി നമ്മൾ കത്തിക്കാൻ പോവാണ്. കത്തിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? പേപ്പർ പെട്ടെന്ന് കത്തി തീരും. വുഡ് ആണെങ്കിൽ എന്ത് പറ്റും? അത് കത്തി തുടങ്ങാൻ തന്നെ അതിന് കുറച്ച് സമയം വേണം. പെട്രോൾ നീഡ്സ് മച്ച് ലെസ് ടെമ്പറേച്ചർ ടു ക്യാച്ച് ഫയർ ബേൺ ദാൻ പേപ്പർ. പക്ഷെ പെട്രോളിനാണെങ്കിലോ ഈ പേപ്പറിനേക്കാളും കുറച്ച് ടെമ്പറേച്ചർ മതി പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യാനും അതേപോലെ കത്താനും വേണ്ടിയിട്ട്. ജനറലി ലിക്വിഡ് ഫ്യൂവൽസ് ഗിവ് ഓഫ് വേപ്പർ വെൻ ഹീറ്റഡ്. നമുക്കറിയാം ലിക്വിഡ് ആയിട്ടുള്ള ഫ്യൂവൽസ് കത്തുമ്പോൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് നീരാവി ഉണ്ടാകും. ഇറ്റ് ഈസ് ദിസ് വേപ്പർ വിച്ച് ഇഗ്നൈറ്റ്സ്. ഈ വേപ്പർ ആണ് ശരിക്കും എന്തുണ്ടാകുന്നത്? ഈ വേപ്പർ ആണ് കൂടുതൽ ഇഗ്നൈറ്റ്സ് തീ കൊടുത്ത ഇഗ്നീഷൻ നടക്കാനുള്ള കാരണം കൂടുതലും ഈ പേപ്പർ അല്ല, ഈ വേപ്പർ ഈ നീരാവി ആയിട്ട് പോയതാണ് കൂടുതലും തീ ജ്വലിപ്പിക്കുന്നത് അല്ലെങ്കിൽ തീ ജ്വലിപ്പിക്കാനുള്ള കാരണം ഈ വേപ്പേഴ്സ് ആണ്. Some liquids such as petrol do not have to be heated as they give off vapor at room temperature. ഈ പെട്രോൾ എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്താ? നമ്മളുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ അത് വേപ്പർ ആകാൻ തുടങ്ങും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പെട്രോൾ പമ്പ് അല്ലെങ്കിൽ പെട്രോൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് പെട്ടെന്ന് തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം. It is important to note that without heat, fuel can get ignited and hence combustion cannot take place. വിത്തൗട്ട് ഹീറ്റ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും ഫ്യൂവല് കത്തിപ്പിടിക്കില്ല, ജ്വലിക്കാൻ തുടങ്ങൂല, അല്ലെങ്കിൽ ഒരു തീ ഉണ്ടാവാൻ തുടങ്ങൂല. അതുകൊണ്ട് അവിടെ എന്ത് നടക്കില്ല? കമ്പസ്റ്റൻ ഒരിക്കലും അവിടെ നടക്കില്ല. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു കമ്പസ്റ്റൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഫ്യൂവല് അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഫ്യൂവല് മാത്രം ഉണ്ടായാൽ പോരാ, അതിന് എന്തുകൂടെ വേണം? അവിടെ ഹീറ്റ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കത്തല് നടക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. ഇനി അടുത്തത് ഓക്സിജനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഫ്യൂവൽ എന്താന്ന് കണ്ടു, ഫയർ എന്താന്ന് കണ്ടു. ഫയർ എന്ന് പറയുന്നത് ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവല്. ഇനി അതിന് ഓരോരുത്തർക്കുമുള്ള സ്ഥാനമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഫ്യൂവലിനെ കുറിച്ചുള്ളത് കണ്ടു, അതിനുശേഷം നമ്മൾ ഹീറ്റ് എന്താന്ന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി അടുത്തത് ഓക്സിജൻ. ഓക്സിജൻ എക്സിസ്റ്റ് ഇൻ എയർ. നമുക്കറിയാം നമ്മളുടെ ചുറ്റുപാട് എന്തുണ്ട്?
ഓക്സിജൻ ഉണ്ട്. The amount of oxygen in air is sufficient to continue the combustion once it occurs. നമ്മളുടെ ചുറ്റുപാടുമുള്ള ഓക്സിജൻ തന്നെ വളരെയധികം മതി, ധാരാളമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ കത്തല് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനൊരു ഉദാഹരണമാണ് നമുക്ക് ഈ തീപിടുത്തം. കാട്ടിലൊക്കെ ഈ എന്താ പറയുന്നത്, നമ്മളുടെ സമ്മർ സീസണിന്റെ സമയത്ത് തീ പിടിക്കാറുണ്ട്. അപ്പൊ അവിടെ ഓക്സിജൻ ഫെസിലിറ്റി അത്രയും കൂടുതലാണ്. പിന്നെ കാറ്റ് വീശുകയും കൂടി ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയ തീപ്പൊരി ആളിക്കത്തി 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 ഒരു എൻറ്റയർ ഏരിയ തന്നെ നശിപ്പിക്കാറുണ്ട്. അപ്പൊ അത് ഓക്സിജന്റെ ഒക്കെ സഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? നിർത്താതെ തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഹെൻസ് ടു കീപ് എ ഫയർ ബേണിംഗ് ഓക്സിജൻ ഈസ് മസ്റ്റ്. അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫയർ നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തീ പിടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഓക്സിജൻ വളരെയധികം അത്യാവശ്യമാണ്. ഇത് നിങ്ങൾ ചില എക്സ്പെരിമെന്റ്സിലൊക്കെ കണ്ടു കാണും. ഒരു പാത്രത്തില് ചിലപ്പോ നമ്മൾ ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ എന്തെങ്കിലും എടുത്ത് മൂടിക്കഴിഞ്ഞാൽ, അതായത് ആ സാധനം തിരിയിലെ നമ്മൾ കവർ ചെയ്തു, ഓക്സിജൻ കടക്കാത്ത രീതിയിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? പെട്ടെന്ന് തിരികെട്ട് പോകുന്നത് കാണാൻ പറ്റും. കാരണം എന്താ? അവിടെ ഓക്സിജന്റെ സപ്ലൈ നിന്നു. അപ്പൊ ഓക്സിജൻ ഇല്ലാതെ വരുമ്പോ തീ ഒരിക്കലും ഉണ്ടാകില്ല. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു നോട്ട് ദാറ്റ് വിത്തൗട്ട് ഓക്സിജൻ കമ്പസ്റ്റൻ cannot take place. അപ്പൊ ഓക്സിജൻ ഇല്ലാതെ ഇത് എന്താ പറയുന്ന കമ്പസ്റ്റൻ ഒരിക്കലും നടക്കില്ല. അപ്പൊ ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഒരു തീ അല്ലെങ്കിൽ ഒരു ഫയർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഫ്യുവൽ, ഓക്സിജൻ ആൻഡ് ഹീറ്റ്, ഇത് മൂന്നും അതെ എന്ത് സാധനത്തിലാണ് ഫയർ നടക്കുന്നത് അതിൻ്റെതായ അളവില് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അവിടെ പ്രോപ്പർ ആയിട്ട് തീ വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. Then controlled and uncontrolled fire. ഇനി നമ്മൾ രണ്ട് തരത്തിലുള്ള ഫയറിനെ കുറിച്ച് പറയാൻ പോവാണ്. കൺട്രോൾഡ് ഉണ്ട്, അൺകൺട്രോൾഡ് ഉണ്ട്. ഫയർ ഈസ് എ ബൂൺ ടു മാൻകൈൻഡ്. ചില സ്ഥലത്ത് നമുക്ക് ഫയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു അനുഗ്രഹമാണ്. ചില സ്ഥലത്ത് എന്താണ്? അത് വളരെയധികം നമുക്ക് ദോഷവുമാണ്. ബൂൺ, ബെയിൻ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഉപദ്രവവും ആണ്, എന്നാല് ദോഷവും ആണ്. ചില കാര്യങ്ങളിൽ നമുക്ക് അതെന്താണ്? അനുഗ്രഹമാണ്. അപ്പൊ ഇവിടെ ബൂൺ എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. വിത്തൗട്ട് ഫയർ there would not be cooked food or hot water for bath as when we want it. നമുക്കറിയാം, തീ ഇല്ലാതെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂല. തിളച്ച വെള്ളം വേണം സമയത്തുള്ള, അത് ചൂടുവെള്ളം വേണ്ടവർക്ക് ചൂടുവെള്ളത്തിന് കിട്ടത്തില്ല. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് എന്താ? തീ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. At the same time, if the fire does not get constrained to a place of requirement, fire can become a bane. ഇനി നമുക്ക് ഫയർ വേണ്ടാത്ത സ്ഥലത്ത്, തീ വേണ്ടാത്ത സ്ഥലത്ത് തീ വന്നു കഴിഞ്ഞാൽ എന്താകും? അത് നമുക്കൊരു ഉപദ്രവമായിട്ട് മാറും, ബെയിൻ ആയിട്ട് മാറും. അനുഗ്രഹത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. ബൂൺ, ബെയിൻ എന്നാണ് പറയുന്നത്. വേണ്ട സമയത്ത് വേണ്ട പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ബൂണാണ്. അല്ലാത്ത സമയത്താണ് അത് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ബെയിൻ, അത് കേഴ്സ്, നമുക്കൊരു ഉപദ്രവമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അൺകൺട്രോൾഡ് ഫയർ ക്യാൻ കോസ് such a disaster. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു നമ്മളുടെ ഫോറസ്റ്റ് ഫയർ, കാട്ടിൽ തീപിടുത്തം ഉണ്ടാവുന്നത്. അത് നമുക്ക് കൺട്രോൾ